എന്നിട്ട് ഞങ്ങള് 40 പവനും 5 ലക്ഷം റുപ്യ എനിക്ക് സീസണായിട്ട് തന്നില്ലേ? എന്റെ ഭർത്താവ് കള്ളുകുടിയനും ഷീട്ട് കളിയനായിട്ട് മൊത്തം നശിപ്പിച്ചിട്ട് എനിക്ക് നിനക്ക് എന്ത് തരാനാ? നശിപ്പിച്ചോലെല്ലാം പോയില്ലേ ഏട്ടാ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനും എൻ്റെ മക്കളും തനിച്ചായില്ലേ. ആ വാടക വീട്ടില് ഞങ്ങളിപ്പോ പട്ടിണിയാ. ഇപ്പൊ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാവുമേ. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നില്ലേ? എന്റെ കുട്ടി സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നേ. കുട്ടിക്ക് ഉച്ചക്കഞ്ഞി ഇല്ലേ? പിന്നെ എന്ത് പട്ടിണിയാന്ന് ആദ്യം എഞ്ചി പറഞ്ഞേ? നിക്ക്, എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഞാൻ 1,000-2,000 റുപ്യ എടുത്തിട്ട് വരാം. ഞാനൊന്ന് വീണുപോയ എൻ്റെ മക്കൾക്കാരാ ഉള്ളത്. ഏട്ടൻ്റെ അടുത്ത് വന്ന എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി പോവല്ലേ. രജീഷേട്ടാ, നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിതിപ്പോ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവം തമ്പുരാൻ പോലും എന്നോട് പൊറുക്കൂല. അച്ഛന്റെ സ്ഥലം വിറ്റ പൈസ വെറും കടലാസ് നോട്ട് പോലെ നമ്മുടെ അലമാരിയിൽ ഇരിക്കുന്നല്ലേ. നമുക്കതിപ്പോ ആവശ്യമില്ല, ഇനിയൊട്ട് ആവശ്യം വരികയുമില്ല. അത്രത്തോളം നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, ഇപ്പോഴും സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്നൊരാള് വിചാരിച്ചാണ്ടല്ലോ, നിങ്ങൾ സമ്പാദിച്ചതല്ല ഈ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവും കേട്ടോ. വേദന അനുഭവിക്കുന്ന കൂടപ്പിറപ്പിനെ സഹായിക്കാണ്ട് നിങ്ങൾ എത്ര വലിയ ഈശ്വര വിശ്വാസിയാന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കൂല. മോളെ, നീ പോവല്ലടാ. നീ മോനെ കൊണ്ട് അകത്തേക്ക് പോ. ഈ ഏട്ടന് തിരിച്ചറിവ് വരുവേ, കുറച്ച് വൈകിപ്പോയി. കണ്ണോരം